അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിസ്കാരം നമ്മിൽ നിന്ന് ഖബൂലാക്കട്ടെ. മദീന പള്ളിയുടെ വരാന്തയിൽ കുറേ പാവപ്പെട്ട സ്വഹാബികൾ ഉണ്ടായിരുന്നു. സുഫത്തിന്റെ അഹ്ലുകാര് എന്നാണ് ആ സ്വഹാബികളെ കുറിച്ച് പറയാം. സുഫത്ത് എന്ന വരാന്തക്കാര്, അതായത് ഇവര് പല നാടുകളിൽ നിന്ന് ഹിജറ വന്ന സ്വഹാബികളാണ്. അവർക്ക് വീട്, കുടുംബം, പെര, കച്ചവടം, കൃഷി ഒരു പരിപാടിയില്ല. മദീന പള്ളിയുടെ വരാന്തയിൽ അങ്ങനെ ഇരിക്കും. ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഹദീസ് കേൾക്കുക, ഇൽമു പഠിക്കുക, ആ ഹദീസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, വേറെ ഒരു പരിപാടിയില്ല. അങ്ങനത്തെ കുറച്ച് ആൾക്കാർ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ദരിദ്രരായ കുറച്ച് സ്വഹാബികൾ മദീന പള്ളിന്റെ വരാന്തയിൽ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആയിരുന്നു ഓലെ നേതാവന്നെ. അതുകൊണ്ടാണല്ലോ ഹദീസ് ഉദ്ധരിച്ച സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസ് ഉദ്ധരിച്ചത് ഈ സ്വഹാബിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ പണിയൊന്നുമില്ല, അവർക്ക് അതന്നെ പണി. അപ്പൊ ആ സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ഈ സുഫത്തിന്റെ അഹ്ലുകാരിൽ വളരെ പ്രമുഖരായ സ്വഹാബികളൊക്കെ ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ ഒരു സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു, ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ്. ഈ സ്വഹാബി പറഞ്ഞു, خرج علينا رسول الله صلى الله عليه وسلم ونحن في الصفة. ഒരിക്കൽ ഞങ്ങളെല്ലാവരും മദീന പള്ളിയുടെ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ വരാന്തയിലേക്ക്, ഞങ്ങളുടെ ഇടയിലേക്ക് മുത്തുനബി തങ്ങൾ ഇറങ്ങി വരികയാണ്. എന്നിട്ട് ഞങ്ങളെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നൊരു വർത്തമാനം പറയുകയാണ്. ഞങ്ങളാകട്ടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് കാശില്ലാത്തവരാണ്, വളരെ പ്രയാസപ്പെട്ട് കഴിയുന്ന സ്വഹാബത്താണ് ആ സുഫത്തിന്റെ അഹ്ലുകാരിലുള്ളത്. ഞങ്ങളിലേക്ക് മുത്തുനബി തങ്ങൾ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, സ്വഹാബ, നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് മദീനയിലെ ഏറ്റവും പ്രസിദ്ധമായ 2 ചന്തയുടെ പേര് പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നുകിൽ ബുത്ഹാൻ ചന്ത, അതല്ലെങ്കിൽ അഖീഖ് എന്ന പേരിലുള്ള ചന്ത. ഈ രണ്ടാലൊരു ചന്തയിലേക്ക് രാവിലെ പോവുകയാണ്. എന്നിട്ട് ഏറ്റവും നല്ല വിലപിടിപ്പുള്ള, നല്ല ഗർഭിണിയായ 2 പെണ്ണൊട്ടകങ്ങളെ വാങ്ങിക്കൊണ്ടുവരാൻ അതിന് താല്പര്യമുള്ളവരാരാണ് സ്വഹാബ? വല്ലാത്തൊരു ചോദ്യം. ഒട്ടകം എന്ന് പറഞ്ഞാൽ തന്നെ അറബികളെ വലിയ സ്വത്താണ്. ഗർഭിണിയായ ഒട്ടകം എന്ന് പറയുന്നത് പോലെ വലിയ സ്വത്താണ്, ഏറ്റവും വിലപിടിപ്പുള്ള സ്വത്താണ്. ഈ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകല്ലാത്ത ഇവരോടാ ചോദിക്കണം, നിങ്ങൾക്ക് ആർക്കെങ്കിലും ചന്തയിൽ പോയി കണ്ട് നല്ല പ്രസവിക്കാനായ 2 പെണ്ണൊട്ടകങ്ങളെ വാങ്ങിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ സുഫത്തിന്റെ അയലുകാരായ സ്വഹാബികൾ പറയുകയാണ്, കുല്ലുനാ നുഹിബ്ബു യാ റസൂലല്ലാഹ്. നബിയെ, ഞങ്ങളിൽ ആരാണ് ഇത് ഇഷ്ടപ്പെടാത്തവർ? എല്ലാവരും ഇതിനിഷ്ടമുള്ളവർ തന്നെയല്ലേ? ഉടനെ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബ, എന്നാൽ അതിന് ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളിൽ ഒരാൾ രാവിലെ പള്ളിയിലേക്ക് വരിക, ഫയഖറഉ ആയതൈനി മിൻ കിതാബില്ലാഹ്. എന്നിട്ട് ആ മനുഷ്യൻ പരിശുദ്ധ ഖുർആനിൽ നിന്ന് 2 ആയത്തുകൾ പാരായണം ചെയ്താൽ അത് 2 ഒട്ടകങ്ങളെക്കാൾ ഖൈറുള്ളതാണെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ല, ഈ മനുഷ്യൻ 3 ആയത്തുകൾ പാരായണം ചെയ്താലോ അത് ഈ വിധത്തിലുള്ള 3 ഒട്ടകങ്ങളെക്കാൾ ഉത്തമമായതാണ്. എത്ര ആയത്തുകളാണോ ഈ മനുഷ്യൻ പാരായണം ചെയ്യുന്നത് അത്രയും എണ്ണം ഒട്ടകങ്ങളെക്കാൾ ഖൈറുള്ളത് പള്ളിയിൽ വന്ന് പരിശുദ്ധ ഖുർആനിലെ 1 or 2 ആയത്തുകൾ ഓതി തീർക്കലെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹ്, ഇത് റമദാൻ അല്ലാത്ത സമയത്താ പറയുന്നത് കേട്ടോ. ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. ഇപ്പൊ ഞാൻ ഈ ഓതിയ ഹദീസ്. ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഇബാദത്താണ്. പള്ളിക്ക വന്ന് ഓതുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് പറയും വേണ്ട. നമ്മളവിടെ കുറെ വയസ്സന്മാരായ ആൾക്കാരുണ്ട്, ചെറുപ്പക്കൂട്ടത്തില് വയസ്സന്മാരല്ലാത്തവരുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പറയുമ്പോൾ ഞങ്ങളൊന്നും വയസ്സന്മാരല്ലല്ലോ എന്ന് ഇങ്ങനെ എല്ലാ പ്രായം കുറഞ്ഞോലെ അങ്ങനെ കരുതണ്ട. വലിയ ഭാഗ്യമുള്ളവരാണ്. രാവിലെ 8 മണി 9 മണിക്ക് പള്ളിക്ക വരും, അസർ വരെ ഖുർആൻ ഓതുന്ന ആൾക്കാർ. ഞാൻ ഇടക്കൊക്കെ അങ്ങനെ പോകുമ്പോൾ 250 5 ഒന്ന് കടന്നുകൂടെ ഇല്ല, അപ്പോഴും ഓതന്നെ കാരണം ഭയങ്കര ഭാഗ്യമാണ്. അല്ലാഹു തആല ആരോഗ്യമുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, നല്ലവരായ കുട്ടികളോട് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താനുള്ളത്, പരിശുദ്ധ ഖുർആൻ നമ്മൾ ധാരാളം പാരായണം ചെയ്യണം. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് അല്ലാഹു ഒരുക്കി വെച്ച പ്രതിഫലങ്ങൾ എത്രയാണ്!
പറഞ്ഞറിയിക്കൽ സാധ്യമല്ലല്ലോ. റമളാൻ അല്ലാത്ത സമയങ്ങളിൽ തന്നെ ഖുർആൻ പാരായണം ചെയ്യൽ അത് വലിയ ഒരു തൗഫീഖുള്ള കാര്യമാണ്. പിന്നെ പരിശുദ്ധ റമളാനിലാകുമ്പോ പറയുകയും വേണ്ട. മുത്തുനബി തങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ പ്രതിഫലം പറഞ്ഞത് ഇങ്ങനെയാണ്: മൻ ഖറഅ ഹറഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു ബിഹാ ഹസന വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരക്ഷരം ഒരാൾ പാരായണം ചെയ്താൽ ആ മനുഷ്യൻ അല്ലാഹു തആല 10 ഹസനത്തുകൾ നൽകുകയാണ്. ഒരക്ഷരത്തിന് 10. റമളാൻ അല്ലാത്ത സമയത്ത് അവിടുന്ന് പറഞ്ഞില്ല ഖൂലു അലിഫ് ലാം മീം ഹറഫുൻ. നിങ്ങളിൽ ഒരാൾ അലിഫ് ലാം മീം എന്നോദിയാൽ അവനാ ഓതിയത് ഒരക്ഷരമാണെന്ന് ഞാൻ പറയില്ല. ബൽ അലിഫുൻ ഹറഫുൻ വലാമുൻ ഹറഫുൻ വമീമുൻ ഹറഫുൻ. അത് 3 അക്ഷരമാണ്. അതിന് 30 ഹസനത്ത് പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. റമളാൻ അല്ലാത്ത സമയത്ത് ഒരാളൊരു ഫാത്തിഹ ഓതി നോക്കി. ഫാത്തിഹയിൽ 156 അക്ഷരമുണ്ട്. 1560 കൂലി കിട്ടും. എപ്പോ ഓതിയാൽ? റമളാൻ അല്ലാത്ത സമയത്ത് ഓതിയാൽ. റമളാനിലായാലോ സ്റ്റാർട്ടിങ് 70 നിന്നാണ്. അത് 700 ആകാം, 7000 ആകാം. റമളാനിൽ ഒരാൾ ഒരു ഫാത്തിഹ ഓതി 156 അക്ഷരങ്ങളാണ് അവൻ ഓതുന്നത്. ഓരോ അക്ഷരത്തിനും 70 വെച്ച് കൂട്ടിയാൽ തന്നെ 10,920 പ്രതിഫലം നൽകപ്പെടുകയാണ്. 70 കൂട്ടിയാൽ 700 ആണെങ്കിൽ 10 ലക്ഷം കടന്നു. 7000 ആണെങ്കിൽ അതൊരു കോടിയെ മറികടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതൊരൊറ്റ ഫാത്തിഹയുടെ പ്രതിഫലമാണ്. ഒരു ദിവസം ഒരു ജുസ് പാരായണം ചെയ്താൽ, 2ഓ 3ഓ ജുസ് പാരായണം ചെയ്താൽ, ആയിരക്കണക്കായ അക്ഷരങ്ങൾ ഒരാൾ പാരായണം ചെയ്യുമ്പോ ആ മനുഷ്യന് നൽകപ്പെടുന്ന പ്രതിഫലത്തിന്റെ അളവ് എത്രയെന്നത് നമ്മുടെ കമ്പ്യൂട്ടറുകളെ കൊണ്ടോ ഇന്നുള്ള കാൽക്കുലേറ്റർ കൊണ്ടോ ക്ലിപ്തപ്പെടുത്താൻ കഴിയുന്നതിന്റെയും അപ്പുറമാണ്. കമ്പ്യൂട്ടറിന് ആ സംഖ്യ പറയാൻ കഴിയൂല. ഒരാൾ 2ഓ 3ഓ ജുസ് റമളാനിൽ പാരായണം ചെയ്താൽ ഓരോ അക്ഷരത്തിനും ഈ രൂപത്തിൽ നമ്മൾ പ്രതിഫലം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ കമ്പ്യൂട്ടറിൽ ആ കണക്ക് കിട്ടൂല. അപ്പൊ എത്രയാണ് എന്റെ കൂലി? അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എല്ലാവരും ഒരു ഫാത്തിഹ ഓതണം. ഇന്ന് പരിശുദ്ധ റമളാൻ 3 കഴിഞ്ഞു. മഹദിയായ ബീവി ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന്റെ ദിവസമാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകളാണ് ഫാത്തിമത്തു ഖിത്അത്തും മിന്നീ. ഫാത്തിമന്റെ കരളിന്റെ കഷ്ണമാണെന്ന് ലോകത്തോട് ഇടക്കിടക്ക് പറയാറുണ്ട്. ഒരാൾക്ക് ഫാത്തിമയെ വെറുപ്പാണോ? അവർ എന്നെ വെറുത്തവരാണെന്ന് മുഹമ്മദ് മുസ്തഫ. ആ ഉപ്പയെ വല്ലാതെ സ്നേഹിച്ച പ്രിയപ്പെട്ട മകളാണ്. മുത്ത് ഹബീബിന്റെ വഫാത്ത് കഴിഞ്ഞ് കൂടുതലൊന്നും ജീവിച്ചിട്ടില്ല. ആകെ 6 മാസമാണ് പിന്നെ മഹദി ജീവിച്ചത്. ഉപ്പയുടെ വഫാത്ത് റബീഉൽ അവ്വലിൽ കഴിഞ്ഞ തൊട്ടടുത്ത റമളാനിലെ 3-ന് മഹദിയും വഫാത്താവുകയാണ്. ഫാത്തിഹ നമുക്ക് ഓതാം. അതിന്റെ കൂലി നമുക്ക് കിട്ടട്ടെ. മഹദിയുടെ ഹളറത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കും ചെയ്യട്ടെ. എല്ലാവരും ഉറക്കോതി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. അല്ലാഹു ഞങ്ങളെ ഓതി സ്വീകരിക്കണേ. അല്ലാഹ് മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഹളറത്തിലേക്ക് എന്റെ സവാബ് എത്തിച്ചു കൊടുക്കണേ. അല്ലാഹ് മഹദിയുടെ പൊരുത്തം ഞങ്ങൾക്ക് എല്ലാവർക്കും തരണേ. അല്ലാഹ് കുട്ടികളൊക്കെ ഖത്തമോ ഓത്തൊക്കെ തുടങ്ങിക്കണോ? മാഷാ അല്ലാഹ്, നല്ല ഉസ്സാറുള്ള കുട്ടികളുണ്ടല്ലോ. അല്ലാഹു നല്ല സ്വാലിഹീങ്ങളായ മക്കളാക്കി മാറ്റി കൊടുക്കട്ടെ. ഞാൻ കുട്ടികളോട് സാന്ദർഭികമായിട്ട് പറയാനുള്ളത്, ഇപ്പം ഈ ഒരു 2 ആഴ്ചയായിട്ട് നമ്മൾ കേൾക്കണ വാർത്തകൾ മുഴുവനും ലഹരിയുടെ വാർത്തകൾ. സുബ്ഹാനല്ലാഹ്, അല്ലാത്തൊരു വാർത്തല്ല. ഇപ്പൊ ഈ അടുത്ത് ചോക്ലേറ്റ്, കുറെ മുട്ടായി, കിലോ കണക്കിന് മുട്ടായി, കഞ്ചാവിന്റെ മുട്ടായി, MDM. ഇപ്പൊ ഈ റമളാനിലെ ആദ്യത്തെ ദിവസം ഒരു ചെറുപ്പക്കാരൻ MDM ഉപയോഗിച്ചിട്ട് പെരയിൽ കയ്യും കാലൊക്കെ കെട്ടിയിട്ട ഒരു വീഡിയോ നിങ്ങൾ ആരെങ്കിലും കണ്ടോ? മുസ്ലിം ചെറുപ്പം 10-21 വയസ്സായിട്ടുള്ളൂ.
സ്കൂളിൽ പഠിക്കണ കുട്ടികൾ, കൂടെ പഠിക്കണ 10ാം ക്ലാസ് പഠിക്കണ ഒരു കുട്ടിയെ അടിച്ചു കൊന്നൊക്കെ എവിടെ? നമ്മളെ നാട്ടില് ഒരു 23 വയസ്സായ ചെറുപ്പക്കാരന് പെരീത്ത മുഴുവൻ ആൾക്കാരും വെട്ടിക്കൊന്നു. ഈ എന്താ ആ മനുഷ്യന്റെ അവസ്ഥകളെ ചിന്തിച്ചു. ഇപ്പോഴുള്ള കുട്ടികളോടൊക്കെ എനിക്ക് പറയാനുള്ള എന്താ, നിങ്ങളെ ചതിയിൽ വീഴ്ത്താൻ ചുറ്റുഭാഗത്തും ആൾക്കാരാണ്. അത് നിങ്ങളത് അറിയില്ല. നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങളെങ്ങനെ വലയിലാക്കാൻ വേണ്ടി കണ്ട് ചില ആളുകൾ നിങ്ങളെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ അവരിങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നത് പോലെയൊക്കെ പ്രകടമാക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഈ വ്യക്തിക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമുണ്ടായത് കൊണ്ടും ഞാൻ ഒന്ന് നന്നാകണമെന്ന് താല്പര്യമുള്ളത് കൊണ്ടാണ് ഈ വ്യക്തി ഞാറ്റ് ഇങ്ങനെ ഇടപഴകണമെന്നൊക്കെ കരുതും ചില കാട്ടിക്കൂട്ടലുകളെ കണ്ടാൽ. പക്ഷെ അവരുടെ ലക്ഷ്യം മറ്റൊന്നാണ്, നിങ്ങളെ എങ്ങനെങ്കിലും ഒരു ലഹരിയുടെ അടിമകളാക്കി തീർക്കണം എന്നുള്ളതാണ്. കുട്ടികളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. ഒരിക്കലും നിങ്ങൾ വേണ്ടാത്ത കൂട്ടുകെട്ടിൽ ഈ തറാവീന് വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരായ നാട്ടുകാരായ നല്ലവരായ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങൾ വേണ്ടാത്ത കൂട്ടുകെട്ടിൽ നിങ്ങൾ ചെന്ന് ചാടരുത്. നിങ്ങളെ കൂടെ ഉള്ള ആള്, നിങ്ങളെ തുണക്കാരന് അങ്ങനത്തെ വല്ല ചുറ്റുപാടുകളുണ്ട് എന്നറിഞ്ഞാൽ വേഗം നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിയണം. അവനെ പിന്തിരിപ്പിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അല്ലാഹു തആല നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ. കൂട്ടത്തിൽ പറയണം, കുട്ടികളൊക്കെ നല്ലോണം ഖുർആൻ ഓതിക്കോളി. ഖുർആൻ ധാരാളമായിട്ട് ഓതുമ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ അല്ലാഹു തആല കാവൽ തരുന്നു. അത് വലിയ ഒരു സംരക്ഷണമാണ്. പരിശുദ്ധ ഖുർആനിനേക്കാൾ നമുക്ക് സംരക്ഷണം നൽകാൻ പറ്റുന്ന മറ്റൊരു വഴി വേറെ ഇല്ലല്ലോ. അതിനേക്കാൾ എളുപ്പമുള്ളൊരു മാർഗം അല്ലാഹു നമ്മുടെ മുമ്പിൽ തുറന്നു തന്നിട്ടില്ല. ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം ഒരു ജുസ്എങ്കിലും എൻ്റെ കുട്ടികളെ നിങ്ങൾ പാരായണം ചെയ്യണേ. ഈ പരിശുദ്ധ റമദാൻ കഴിയുമ്പോഴേക്ക് ഒരു ഖത്മെങ്കിലും മിനിമം നിങ്ങൾ ഓതി തീർക്കണേ. അത് നിങ്ങൾക്ക് വല്ലാത്ത ഒരു കാവലാണ്, അത് വല്ലാത്ത ഒരു സംരക്ഷണമാണ്, അത് നിങ്ങൾക്ക് വല്ലാത്ത ഒരു സുരക്ഷയാണ്. ആത്മീയമായി നിങ്ങൾക്ക് അത് വലിയ ഒരു കാവൽ നൽകുന്നതാണ്. അല്ലാഹുവേ, ഞങ്ങളെ കുട്ടികളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളെ ശിഷ്യന്മാരെ ഒക്കെ എല്ലാ ഫിത്നകളിൽ നിന്നും നീ കാക്കണേ അല്ലാഹ്. ഇന്നിപ്പോ നമ്മള് റമളാനിലെ 4ാമത്തെ തറാവീഹ് നിസ്കരിച്ചു. ഇന്ന് തറാവീഹ് നിസ്കരിക്കുന്നവർക്ക് നൽകപ്പെടുന്ന പ്രതിഫലം നിങ്ങൾ കേൾക്കണോ? ഈ ലോകത്തേക്ക് അല്ലാഹു തആല 4 കിതാബുകളാണ് ആകെ ഇറക്കിയത്. ഒന്നാമത് കൊടുത്തത് ബഹുമാനപ്പെട്ട ദാവൂദ് നബിയുടെ സബൂറാണ്. പിന്നെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ തൗറാത്തും ഈസാ നബിയുടെ ഇഞ്ചീലുമാണ്. അവസാന കിതാബായി പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫുമാണ്. നമ്മൾ ഖുർആനല്ലേ പാരായണം ചെയ്തിട്ടുള്ളൂ. ഖുർആനിന്റെ വരവോടുകൂടി ബാക്കി കിതാബുകൾ മുഴുവനും ദുർബലപ്പെടുത്തപ്പെട്ടതാണ്. അത് പാരായണം ചെയ്യാൻ പാടില്ല. ആ കിതാബ് അനുസരിച്ച് പിന്നെ നമ്മൾ ജീവിക്കേണ്ട ആവശ്യമില്ല. ഖുർആനിന്റെ വരവോടുകൂടിയല്ല ദുർബലപ്പെടുത്തപ്പെടുകയാണ്. എന്നാൽ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സബൂർ കിട്ടിയ ആളുകൾ അത് പാരായണം ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന പ്രതിഫലമുണ്ട്. തൗറാത്തിന്റെ അഹ്ലുകാർ അത് പാരായണം ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയ പ്രതിഫലമില്ലേ? ഇഞ്ചീലിന്റെ അഹ്ലുകാർ അത് കിട്ടിയപ്പോൾ പാരായണം ചെയ്ത പ്രതിഫലമില്ലേ? പരിശുദ്ധ ഖുർആനിന്റെ അഹ്ലുകാർ ആ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നൽകപ്പെടുന്ന പ്രതിഫലം എത്രയാണ്? ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ട ഈ 4 കിതാബുകളും ഒരാൾ ഖത്മ് ചെയ്താൽ ആ മനുഷ്യന് നൽകപ്പെടുന്ന പ്രതിഫലം എന്താണോ ആ പ്രതിഫലം ഇന്നത്തെ തറാവീഹുകാർക്ക് നൽകപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തആല നമ്മളെ നിസ്കാരം അതിന് പറ്റിയ നിസ്കാരമായി സ്വീകരിക്കട്ടെ. നമ്മളെ നിസ്കാരത്തിലെ കുറവുകളൊക്കെ അല്ലാഹു തആല പരിഹരിച്ചു തരട്ടെ. അല്ലാഹു ആ പറയപ്പെട്ട പ്രതിഫലം ഞങ്ങൾക്കൊക്കെ നീ നൽകണേ അല്ലാഹ്. ഒരു ചെറിയ മസ്അല ഉണ്ട്, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാളിപ്പോ തറാവിയിൽ കൂടിയാണ്ട് തറാവിന്റെ ശേഷം 3 റക്അത്ത് വിത്ർ നിസ്കരിച്ചു. അത്താഴത്തിന് നീച്ച് തഹജ്ജുദൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞപ്പോ രാത്രിയിലെ അവസാനത്തെ നിസ്കാരം വിത്റാക്കാന്നുള്ളൊരു സുന്നത്ത് ഉണ്ടല്ലോ. അപ്പൊ എന്നാ ആ നിസ്കരിച്ച 3 റക്അത്ത് വിത്ർ ഒന്നും കൂടി മടക്കി നിസ്കരിച്ചാലോ എന്നൊരു പൂതി. അങ്ങനെ വിത്റിനെ ആദ്യം ഒരു തവണ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ 3 റക്അത്തിനൊന്ന് തഹജ്ജുദിന്റെ ഒക്കെ ശേഷം അത്താഴത്തിന്റെ സമയത്ത് മടക്കി നിസ്കരിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം. പറ്റൂല എന്നാണ് മറുപടി. ലാ വിത്രൈനി ഫീ ലൈലത്തിൻ ഖാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു രാത്രിയിൽ 2 വിത്ർ നിസ്കാരമല്ല. അപ്പൊ നിസ്കരിച്ച വിത്റിനെ മടക്കാൻ പറ്റൂല.
എന്നാൽ എന്തിനു പറ്റും? എണ്ണം പൂർത്തിയാക്കാൻ പറ്റുന്ന. അത് മടക്കലല്ല, അത് ഇആദത്തല്ല, തക്മീലാണ്. ഇപ്പൊ ഉദാഹരണം, നമ്മളിപ്പോ 3 റക്അത്ത് ഇപ്പൊ നിസ്കരിച്ചല്ലോ തറാവീന്റെ ശേഷം. ഇനി ഒരാൾക്ക് അത്താഴത്തിന് നിസ്കരിച്ചിട്ട് ബാക്കി വേണമെങ്കിൽ 8 റക്അത്ത് നിസ്കരിക്കാം. അതായത് വിത്ർ ഏറിയാൽ 11 റക്അത്താണല്ലോ. അപ്പൊ ആ 11-ൽ കുറവുള്ള 8 വേണമെങ്കിൽ അയാൾക്ക് എന്താകാം? നിസ്കരിക്കാം. അത് നിസ്കരിച്ച വിത്റിനെ മടക്കലാണോ? അല്ല, അത് എണ്ണം പൂർത്തീകരിക്കാണ്. തക്മീൽ പറ്റും, ഇആദത്ത് പറ്റൂല. അപ്പൊ നമ്മൾ അവിടെ 8 നിസ്കരിക്കുമ്പോ അവിടെ ഒറ്റ കിട്ടണില്ലല്ലോ, അത് പ്രശ്നമല്ല. വിത്ർ നിസ്കാരം എന്ന് പറഞ്ഞാൽ അവസാനം ഒറ്റയാകുക എന്നല്ല. വിത്ർ എന്ന് പറഞ്ഞാൽ ആ നിസ്കാരത്തിൽ എന്തുണ്ടാകണം എന്നാണ്? ഒറ്റ ഉണ്ടാകണം എന്നാണ്. അതിന് ഒരാൾ ആദ്യം തന്നെ ഒറ്റ റക്അത്ത് നിസ്കരിച്ചു, പിന്നെ 2 രണ്ടാക്കി നിസ്കരിച്ചു, കുഴപ്പമുണ്ടോ? ഇല്ല. ആ നിസ്കാരത്തിൽ എന്തുണ്ടായാൽ മതി? ഒറ്റ ഉണ്ടായാൽ മതി. അത് തുടക്കലാകാ, നടുവിലാകാ, ഒടുവിലാകാ, എവിടെ ആയാലും കുഴപ്പമില്ല. ഏറ്റവും ഉത്തമമായ കോലാണ് നമ്മൾ ചെയ്യുന്നത് അവസാനത്തിലാകാ എന്നുള്ളത്. അപ്പൊ വിത്ർ നിസ്കാരം എന്ന് പറഞ്ഞത് അത് ഒറ്റയായ നിസ്കാരമാകണം എന്നുള്ളൂ. അത് നമ്മളിപ്പോ 3 നിസ്കരിച്ചാൽ ഇനി ബാക്കി 8 റക്അത്ത് അവസാനം നിസ്കരിക്കുന്നത് എന്തില്ല, കുഴപ്പമില്ല, പൂർത്തീകരിച്ച് ചെയ്യാം. പക്ഷെ ഇപ്പൊ നിസ്കരിച്ച വിത്റിനെ പിന്നെ രണ്ടാമത് മടക്കി നിസ്കരിക്കുക എന്നുള്ളത് ശരിയാവൂല. അതങ്ങനെ ചില ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് കാരണം ഈ രാത്രിയിൽ അവസാന നിസ്കാരം വിത്റാകുക എന്നുള്ളൊരു മസല ഉണ്ട്. അത് നമ്മൾ മുമ്പൊക്കെ പറഞ്ഞതാണ്, വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. മസലകളൊക്കെ കൃത്യമായി പരിഗണിച്ച് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹു ഞങ്ങളെ നിസ്കാരം നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഓതിയ ഖുർആൻ ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാഹ്. അബേ മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ആണ്ടിന്റെ ദിവസമാണെന്ന് ആ മഹദിയുടെ ഹളറത്തിലേക്ക് ഞങ്ങൾ ഈ മജ്ലിസിനെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ആ മഹദിയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. ആ മഹദിയുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ മഹദിയുടെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ ശിഷ്യന്മാരെയും ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടി ഒരുപാട് കുട്ടികളുണ്ട് റബ്ബേ, എല്ലാവരെയും നീ നന്നാക്കി തരണേ അല്ലാഹ്. സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. പരിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹു നീ മജ്ലിസിൽ വെച്ച് ഒരുപാട് സഹോദര സഹോദരിമാർ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും മനസ്സിലുള്ള ഖൈറായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. ഖത്തറിലുള്ള ചെറുകോടുള്ള നാണികാക്ക പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവരുടെ മനസ്സിലുള്ള ഖൈറായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാഹ്. സമ്പത്തിലും ബിസിനസ്സിലും കച്ചവടങ്ങളിലും ഒക്കെ വലിയ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ഒരു സഹോദരൻ പേരക്കുട്ടിയുടെ അപസ്മാരം സുഖപ്പെടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫ നൽകണേ അല്ലാഹ്. ചുങ്കത്തറയിലുള്ള ഒരു ഉമ്മ മകളുടെ അസുഖം സുഖപ്പെടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മകനൊരു ജോലി ശരിപ്പെടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ ആ സഹോദരിയുടെ രോഗം നീ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. നീ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. വിദേശത്ത് ജോലി അന്വേഷിച്ചിരിക്കുന്ന ചെറുപ്പക്കാരൻ നല്ല റാഹത്തുള്ള ജോലി നൽകണേ അല്ലാഹ്. നല്ല സന്തോഷമുള്ള ജോലി നൽകണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളൊക്കെ ജോലികളിൽ, സമ്പത്തിൽ, കുടുംബങ്ങളിൽ, വീട്ടിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. ഈ പള്ളിയുടെ പരിസരത്തുള്ള മുഅ്മിനീങ്ങളുടെ ഖബറിടം നീ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. ഞങ്ങളെ നിന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.